ചക്രപാണി ക്ലാസ്സസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് അമേരിക്കൻ വിപ്ലവത്തെക്കുറിച്ചാണ് പറയാൻ പോകുന്നത്. 18-ാം നൂറ്റാണ്ടിലാണ് അമേരിക്കൻ വിപ്ലവം അരങ്ങേറുന്നത്. അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്തെന്ന് ചോദിച്ചാൽ പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യമാണ് പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം എന്ന് പറയുന്നത്. എന്താണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നതാണ് അമേരിക്കൻ വിപ്ലവത്തിന്റെ മുദ്രാവാക്യം. ഈ മുദ്രാവാക്യത്തിന്റെ ഉപജ്ഞാതാവാണ് ജെയിംസ് ഓട്ടിസ്. ഈ മുദ്രാവാക്യം എഴുതിയ വ്യക്തിയാണ് ജെയിംസ് ഓട്ടിസ് എന്ന് പറയുന്ന വ്യക്തി. നമുക്കറിയാം, അമേരിക്ക കണ്ടുപിടിച്ചത് ആരാണ് അമേരിക്ക കണ്ടുപിടിച്ചത്? ക്രിസ്റ്റഫർ കൊളംബസ് എന്ന വ്യക്തിയാണ് അമേരിക്ക കണ്ടുപിടിച്ചത്. ക്രിസ്റ്റഫർ കൊളംബസ് എന്ന വ്യക്തിയാണ് അമേരിക്ക കണ്ടുപിടിക്കുന്നത്. 1492 സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായി വടക്കേ അമേരിക്കയിൽ ആണ് അദ്ദേഹം ആദ്യമായിട്ട് എത്തുന്നത്. ആദ്യമായിട്ട് അദ്ദേഹം അമേരിക്ക കണ്ടുപിടിക്കുന്നത് 1492 അദ്ദേഹം അന്ന് സ്പാനിഷ് ഗവൺമെന്റിന്റെ നാവികനായിരുന്നു. അദ്ദേഹം അമേരിക്കയിൽ എത്തുകയും അവിടെയുള്ള ജനങ്ങളെ അദ്ദേഹം വിളിച്ചത് ഇന്ത്യൻസ് എന്നാണ്. കാരണം അദ്ദേഹം അവിടെ എത്തിയപ്പോൾ അദ്ദേഹം വിചാരിച്ചു ഇത് ഇന്ത്യയിലാണ് ഞാൻ എത്തിയതെന്നാണ് തെറ്റിദ്ധരിച്ചത്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെയുള്ള ജനങ്ങളെ വിളിച്ചതാണ് ഇന്ത്യൻസ് എന്ന്. അപ്പോൾ 16-ാം നൂറ്റാണ്ടിൽ തന്നെ അമേരിക്കയിലേക്ക് യൂറോപ്പിൽ നിന്ന് ജനങ്ങൾ കുടിയേറി പാർക്കാനായിട്ട് തുടങ്ങി. ഈ കുടിയേറി പാർത്ത യൂറോപ്യൻ ജനതയുടെ ലക്ഷ്യം എന്ന് പറയുന്നത് അമേരിക്കയിലെ വിഭവങ്ങൾ എങ്ങനെയെങ്കിലും കൈയടക്കുക എന്നതായിരുന്നു അവരുടെ ലക്ഷ്യം. 17-ാം നൂറ്റാണ്ട് ആയപ്പോൾ ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് ഇംഗ്ലണ്ടിൽ നിന്ന് കുറച്ച് ഇംഗ്ലീഷുകാർ അമേരിക്കയിലെത്തുന്നു. മേ ഫ്ലവർ എന്ന കപ്പലിലാണ് അവർ അമേരിക്കയിലെത്തിയത്. മേ ഫ്ലർ എന്ന കപ്പലിൽ അവർ വന്ന കപ്പലിൻ്റെ പേരാണ് മേഫ്ലർ എന്ന കപ്പലിലാണ് ആ ഇംഗ്ലീഷുകാർ എങ്ങോട്ട് വരുന്നത്? അമേരിക്കയിലേക്ക് വരുന്നത്. എന്തുകൊണ്ടാണ് വരുന്നത്? ഇംഗ്ലണ്ടിലെ രാജാവിൻ്റെ മതപീഡനത്തെ തുടർന്ന് കുറച്ച് ഇംഗ്ലീഷുകാർ എങ്ങോട്ടേക്ക് വരുന്നു? അമേരിക്കയിലേക്ക് വരുന്നു. അവർ വന്ന കപ്പലിൻ്റെ പേരാണ് മേഫ്ലർ എന്ന കപ്പലിലാണ് അവർ എത്തുന്നത്. 17-ാം നൂറ്റാണ്ടിലാണ് ഇവർ അമേരിക്കയിൽ എത്തുന്നത്. ഈ എത്തിയ ഇംഗ്ലീഷുകാർ അവിടെ കോളനികൾ സ്ഥാപിക്കുന്നുണ്ട്. ഈ എത്തിയ ഇംഗ്ലീഷുകാർ അവിടെ കോളനികൾ സ്ഥാപിക്കുന്നു. ഈ ഇംഗ്ലണ്ടിൽ നിന്ന് എത്തിയ ഈ ഇംഗ്ലീഷുകാരെ നമ്മളൊരു പേര് വിളിക്കും. അതാണ് തീർത്ഥാടക പിതാക്കൾ. തീർത്ഥാടക പിതാക്കൾ. ഈ മേഫ്ലർ കപ്പലിൽ ഇംഗ്ലണ്ടിൽ നിന്നും അമേരിക്കയിലേക്ക് എത്തിയ ഇംഗ്ലീഷുകാരെ നമ്മൾ വിളിച്ച പേരാണ് തീർത്ഥാടക പിതാക്കൾ. അല്ലെങ്കിൽ ഇതിന് ഇംഗ്ലീഷിലെ പിൽഗ്രിം ഫാദേഴ്സ് എന്ന് പറയും. നമ്മൾ പിൽഗ്രിം ഫാദേഴ്സ്. അപ്പോൾ ഇവരെന്ത് ചെയ്യുന്നു? വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ കോളനികൾ സ്ഥാപിക്കുന്നു. ഈ തീർത്ഥാടക പിതാക്കന്മാർ വടക്കേ അമേരിക്കയുടെ കിഴക്കൻ തീരങ്ങളിൽ എന്ത് ചെയ്തു? അവരുടെ കോളനികൾ സ്ഥാപിച്ചു. 13 കോളനികളാണ് അവർ സ്ഥാപിച്ചത്. അവർ സ്ഥാപിച്ച കോളനികളുടെ എണ്ണം എത്രയാണെന്ന് ചോദിച്ചാൽ 13 കോളനികൾ എന്ത് ചെയ്തു? അവർ സ്ഥാപിച്ചു. അപ്പോൾ അവിടെ നമ്മൾ പറഞ്ഞു കോളനികൾ സ്ഥാപിച്ചു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താണ് കോളനി എന്ന് ചോദിച്ചാൽ ഭരണപരമായും സാമ്പത്തികപരമായും പിന്നെ സൈനികപരമായിട്ടും ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെയാണ് നമ്മൾ കോളനികൾ എന്ന് പറയുന്നത്. ഭരണപരമായും സാമ്പത്തികപരമായും സൈനികപരമായും ഒരു രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള പ്രദേശത്തെ നമ്മൾ എന്തെന്ന് പറയുന്നു? കോളനികൾ എന്ന് പറയുന്നു. ഈ കോളനികളെ നിയന്ത്രിക്കുന്ന ആ രാജ്യത്തെ വിളിക്കുന്ന പേരാണ് കൊളോണിയൽ മേധാവി. അവരെ നിയന്ത്രിക്കുന്ന കോളനികളെ നിയന്ത്രിക്കുന്ന രാജ്യത്തെ വിളിക്കുന്ന പേരാണ് എന്തെന്ന്? കൊളോണിയൽ മേധാവി എന്ന് നമ്മൾ പറയുന്നു. അതെന്താണ്? നിങ്ങളൊന്ന് ജസ്റ്റ് എന്താണ് ഒന്ന് അറിഞ്ഞു വച്ചിരുന്നാൽ മതി.
അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷ് കച്ചവടക്കാർ അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ അമേരിക്കൻ കോളനികളിൽ നയങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, കൊണ്ടുവരുന്നുണ്ട്. അവർ കൊണ്ടുവന്ന ആ നയത്തിൻ്റെ പേരാണ് മെർക്കന്റലിസം. എന്താണ്? മെർക്കന്റലിസം. അപ്പോൾ അമേരിക്കയിലെത്തിയ ഇംഗ്ലീഷ് കച്ചവടക്കാർ എന്ത് ചെയ്യുന്നുണ്ട്, അവരുടെ മാതൃരാജ്യമായ ഇംഗ്ലണ്ടിൻ്റെ സഹായത്തോടെ അമേരിക്കയിൽ എന്താണ് ചില നയങ്ങൾ കൊണ്ടുവരുന്നുണ്ട്. ഈ നയങ്ങളുടെ പേരാണ് മെർക്കന്റലിസം. അവർ കൊണ്ടുവന്ന നയത്തിൻ്റെ പേരെന്താണ്? മെർക്കന്റലിസം എന്നറിയപ്പെടുന്നു. മെർക്കന്റലിസം. അപ്പോൾ ഇംഗ്ലീഷുകാർ അമേരിക്കയിൽ എന്താണ് നടപ്പിലാക്കിയ നയത്തിനെ വിളിക്കുന്ന പേരാണ് മെർക്കന്റലിസം എന്ന് വിളിക്കുന്നു. ഇനി ഈ മെർക്കന്റലിസം എന്ന നയത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളതെന്ന് നോക്കാം. ഒന്നാമതായിട്ട് പറഞ്ഞിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ കൊണ്ടുപോകാനായിട്ട്. അപ്പോൾ ഒന്നുകിൽ എന്താണ് കോളനികളിൽ നിന്ന് അല്ലെങ്കിൽ കോളനികളിലേക്ക് സാധനങ്ങൾ കൊണ്ടുവരാനായിട്ട് ഇംഗ്ലണ്ടിൻ്റെ അല്ലെങ്കിൽ എന്താണ് ഇംഗ്ലീഷുകാരുടെ കപ്പലുകളോ അല്ലെങ്കിൽ ആ കോളനികളിൽ നിർമ്മിച്ച കപ്പലുകളോ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. അതാണ് ആ മെർക്കന്റലിസത്തിൽ വരുന്ന ഒന്നാമത്തെ നിയമം എന്ന് പറയുന്നത്. എന്താണ്? കോളനികളിൽ നിന്നോ കോളനികളിലേക്കോ സാധനങ്ങൾ എന്താണ് കൊണ്ടുവരാനായിട്ട് ഇംഗ്ലീഷ് കപ്പലുകളോ അല്ലെങ്കിൽ കോളനികളിൽ നിർമ്മിക്കുന്ന കപ്പലുകളോ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഉപയോഗിക്കാനായിട്ട് പാടുള്ളൂ. രണ്ടാമത് പറയുന്ന കാര്യമെന്ന് പറയുന്നത് കോളനികളിലെ പ്രമാണങ്ങൾ, വർത്തമാന പത്രങ്ങൾ, ലഘുലേഖകൾ, ലെൻസുകൾ ഇവയിലെല്ലാം ഇംഗ്ലണ്ടിൻ്റെ സ്റ്റാമ്പ് നിർബന്ധമായും പതിച്ചിരിക്കണം. രണ്ടാമത് പറയുന്ന കാര്യമാണ് കോളനികളിലെ പ്രമാണങ്ങൾ, ലഘുലേഖകൾ, വർത്തമാന പത്രങ്ങൾ, ലെൻസുകൾ ഇവയിൽ ഇംഗ്ലണ്ടിൻ്റെ എന്താണ് സ്റ്റാമ്പ് പതിച്ചിരിക്കണം. ഇതാണ് രണ്ടാമത് അവർ പറയുന്ന കാര്യം. മൂന്നാമത് പറയുന്ന കാര്യം എന്ന് പറയുന്നത് കോളനികളിൽ ഉൽപ്പാദിപ്പിച്ചിരുന്ന പരുത്തി, കമ്പിളി, പുകയില, പഞ്ചസാര തുടങ്ങിയവ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാവൂ, കയറ്റി അയക്കാവൂ. അപ്പോൾ കോളനികളിൽ അവർ ഉൽപ്പാദിപ്പിച്ചിരുന്നത് എന്തൊക്കെയാണ്? പഞ്ചസാരയുണ്ട്, കമ്പിളിയുണ്ട്, പരുത്തിയുണ്ട്, പുകയിലയുണ്ട്. ഈ വസ്തുക്കൾ ഇംഗ്ലണ്ടിലേക്ക് മാത്രമേ എന്ത് ചെയ്യാവൂ, കയറ്റി അയക്കാവൂ. വേറെ ആർക്കും എന്ത് ചെയ്യാൻ പാടില്ല, കൊടുക്കാനായിട്ട് പാടില്ല. ഇത് ഇംഗ്ലീഷുകാരുടെ ഒരു നയമായിരുന്നു. ഇനി അടുത്തവർ പറയുന്ന ഒരു നയമാണ് കോളനികളിൽ അവരുടെ എന്താണ് ഇംഗ്ലീഷ് സൈന്യത്തെ എന്ത് ചെയ്തിട്ടുണ്ട്, വിന്യസിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ താമസ സൗകര്യവും പിന്നെ എന്താണ് അവർക്ക് അത്യാവശ്യം വേണ്ട സൗകര്യങ്ങളൊക്കെ ആര് ചെയ്തു കൊടുക്കണം? ആ കോളനികളിലുള്ള ജനങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം, ചെയ്തു കൊടുക്കണം. അതാണ് അടുത്ത് പറയുന്ന ഒരു കാര്യം. എന്താണ്? കോളനികളിലുള്ള ഇംഗ്ലീഷ് സൈന്യത്തിൻ്റെ താമസ സ്ഥലം പിന്നെ എന്താണ് മറ്റു സൗകര്യങ്ങളെല്ലാം കോളനിയിലുള്ള ജനങ്ങൾ എന്ത് ചെയ്തു കൊടുക്കണം, നിറവേറ്റി കൊടുക്കണം. അടുത്ത അവർ പറയുന്ന കാര്യം എന്ന് പറയുന്നത് കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന തേയില, ഗ്ലാസ്, പേപ്പർ. ഏതൊക്കെയാണ്? തേയില, ഗ്ലാസ്, പേപ്പർ. ഇവ എന്ത് ചെയ്യും? ഇംഗ്ലണ്ടിൽ നിന്ന് അമേരിക്കൻ കോളനികളിലേക്ക് എന്ത് ചെയ്യും? ഇറക്കുമതി ചെയ്യുന്ന വസ്തുക്കളാണ്. ഈ വസ്തുക്കൾക്ക് എന്ത് കൊടുക്കണം? ഇറക്കുമതി ചുങ്കം എന്ത് ചെയ്യണം? നിർബന്ധമായിട്ടും കോളനിക്കാർ എന്ത് ചെയ്യണം? നൽകണം. ഇറക്കുമതി ചുങ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ഈ വസ്തുക്കൾക്ക് കോളനിക്കാർ എന്ത് ചെയ്യണം? നികുതി എന്ത് ചെയ്യണം? അടയ്ക്കണം. ഇതൊക്കെയാണ് ആ മെർക്കന്റിലിസത്തിൽ എന്ത് ചെയ്യുന്നത്, ഉൾപ്പെടുന്ന കാര്യങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ മെർക്കന്റിലിസം എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയാം? ബ്രിട്ടീഷുകാർ അല്ലെങ്കിൽ ഇംഗ്ലീഷ് കച്ചവടക്കാർ അവരുടെ മാതൃരാജ്യത്തിൻ്റെ സഹായത്തോടെ അമേരിക്കൻ ഐക്യനാടുകൾ അല്ലെങ്കിൽ അമേരിക്കൻ കോളനികളിൽ എന്താണ് കൊണ്ടുവന്ന നയത്തിനെയാണ് നമ്മൾ മെർക്കന്റിലിസം എന്ന് പറഞ്ഞത്. അതിൽ അവരുടെ കുറച്ച് നിബന്ധനകളുണ്ട്. അതാണ് നമ്മൾ എന്ത് ചെയ്ത് ഇപ്പോഴും പറഞ്ഞത്. ഇനി അടുത്ത് നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യമാണ് എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി ഇപ്പോൾ എന്താണ് പരീക്ഷകളിൽ എന്താണ് ചോദിച്ചിട്ടുള്ള കാര്യമാണ് ഏതെന്ന് പറയുന്നത്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് ബോസ്റ്റൺ ടീ പാർട്ടി. ബോസ്റ്റൺ ടീ പാർട്ടി എന്താണ്? ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷ് ഗവൺമെൻറ് ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയുടെ മുകളിൽ എന്താണ് ഉയർന്ന നികുതി ചുമത്തും.
അപ്പം നമുക്കറിയാം തേയില എന്ന് പറയുന്നത് അമേരിക്കൻ കോളനികളിലേക്ക് ഇറക്കുമതി ചെയ്യപ്പെടുന്ന ഒരു വസ്തുവാണ്. അപ്പോൾ എന്താണ് ഈ തേയിലയ്ക്ക് ഇംഗ്ലീഷ് ഗവൺമെൻറ് എന്ത് ചെയ്തു? വൻതോതിൽ എന്താണ് നികുതി കൂട്ടി. നികുതി കൂട്ടിയപ്പോൾ അമേരിക്കൻ ജനതയ്ക്ക് എന്താണ് ഇതിനെതിരായിട്ട് പ്രതിഷേധം, ശക്തമായ പ്രതിഷേധം എന്താണ് അമേരിക്കൻ ജനത എന്താണ് അമേരിക്കൻ ജനതയ്ക്കുള്ളിൽ എന്ത് ചെയ്തു? ഉയർന്നു വന്നു. അവരെന്ത് ചെയ്തു? ശക്തമായിട്ട് ഇതിനെതിരെ എന്ത് ചെയ്തു? പ്രതിഷേധിച്ചു. അതെന്ന് പറയുന്ന 1773 ഡിസംബർ 16 എന്നാണ് 1773 ഡിസംബർ 16 ഡേറ്റ് എന്ത് ചെയ്യുക? നോക്കി വയ്ക്കുക. അപ്പോൾ 1773 ഡിസംബർ 16 ബോസ്റ്റൺ തുറമുഖത്ത് എന്താണ് ഒരു കപ്പൽ, ഇംഗ്ലീഷുകാരുടെ ഒരു കപ്പൽ എന്ത് ചെയ്തു? നങ്കൂരമിട്ടിരുന്നു. അപ്പോൾ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ എന്ത് ചെയ്തു? റെഡ് ഇന്ത്യൻസിൻ്റെ വേഷത്തിൽ, അപ്പോൾ ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനങ്ങൾ റെഡ് ഇന്ത്യൻസിൻ്റെ വേഷത്തിൽ ആ കപ്പലിനകത്തിൻ്റെ, ആ ഇംഗ്ലീഷുകാരുടെ കപ്പലിനകത്തേക്ക് കയറി. അപ്പോൾ ആ കപ്പലിനകത്ത് 342 പെട്ടി എന്തുണ്ടായിരുന്നു? തേയില ഉണ്ടായിരുന്നു. ഇവരെന്ത് ചെയ്തു? ഈ തേയില എടുത്ത് കടലിലേക്ക് വലിച്ചെറിഞ്ഞു. ഇതിനെയാണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് ചോദിച്ചാൽ, ഇംഗ്ലീഷ് ഗവൺമെൻറ് തേയിലയിൽ മേൽ എന്ത് ചെയ്തു? അമിതമായ നികുതി ചുമത്തുകയും ഇത് അമേരിക്കൻ ജനതയ്ക്കിടയിൽ പ്രതിഷേധം ഉളവാക്കുകയും ചെയ്തു. അവർ എന്ത് ചെയ്തു? 1773 ഡിസംബർ 16 രാത്രിയിൽ റെഡ് ഇന്ത്യൻസിന്റെ വേഷത്തിൽ എന്ത് ചെയ്തു? ബോസ്റ്റൺ തുറമുഖത്ത് എന്താണ് നങ്കൂരമിട്ടിരുന്ന ഇംഗ്ലീഷുകാരുടെ കപ്പലിൽ കയറുകയും ആ കപ്പലിനകത്തുണ്ടായിരുന്ന 342 പെട്ടി തേയില എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിയുകയും ചെയ്തു. എത്ര പെട്ടി തേയിലയാണ്? 342 പെട്ടി തേയില എന്ത് ചെയ്തു? കടലിലേക്ക് വലിച്ചെറിഞ്ഞു. വലിച്ചെറിഞ്ഞ അവരുടെ പ്രതിഷേധം എന്ത് ചെയ്തു? അവിടെ രേഖപ്പെടുത്തി. ഇതിനെയാണ് നമ്മൾ ബോസ്റ്റൺ ടീ പാർട്ടി എന്ന് പറയുന്നത്. കാര്യം എന്താണ്? ബോസ്റ്റൺ തുറമുഖത്താണ് ആ സംഭവം എന്ത് ചെയ്യുന്നത്? അരങ്ങേറുന്നത്. ബോസ്റ്റണിലെ ഒരു വിഭാഗം ജനതയാണ് ഇതെന്താണ് ഈ ബോസ്റ്റൺ ടീ പാർട്ടിക്ക് പിന്നിലെന്ന് പറയുന്നത്. അപ്പോൾ ആ ബോസ്റ്റൺ ടീ പാർട്ടിയുടെ വർഷമാണ് നമ്മളവിടെ ഓർമ്മിച്ച് വെക്കേണ്ടത്. 1773 ഡിസംബർ 16 ബോസ്റ്റൺ ടീ പാർട്ടി നടക്കുന്നത്. അത് എവിടെയാണെന്ന് വെച്ചാൽ ആ പേര് തന്നെ ഉണ്ടതാണ്. ബോസ്റ്റൺ തുറമുഖത്ത് ആണ് എന്ത് ചെയ്തത്? നടക്കുന്നതെന്ന് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. ഇനി ഇവിടെ അമേരിക്കൻ വിപ്ലവമായിട്ട് പറയുമ്പോൾ പ്രധാനപ്പെട്ട കാര്യമാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. എന്താണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്? അപ്പം ബോസ്റ്റൺ ടീ പാർട്ടിയുടെ വർഷം എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. 1773 ഡിസംബർ 16. അടുത്ത് നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് കോണ്ടിനെന്റൽ കോൺഗ്രസ്. കോണ്ടിനെന്റൽ കോൺഗ്രസ് പ്രധാനമായിട്ടും 3 കോണ്ടിനെന്റൽ കോൺഗ്രസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത്? പഠിക്കാനായിട്ടുള്ളത്. അപ്പോൾ ആദ്യം ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്ന വർഷമാണ് 1774. അപ്പം നേരത്തെ നമ്മൾ 1773 എന്ത് പഠിച്ചു? ബോസ്റ്റൺ ടീ പാർട്ടി പഠിച്ചു. അടുത്ത് പഠിക്കാനുള്ള തൊട്ടടുത്ത വർഷമാണ് 1774. 1774 ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത്. എന്ത് നടക്കുന്നത്? ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ത് ചെയ്യുന്നത്? നടക്കുന്നത്. എന്താണ് ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറഞ്ഞാൽ, കോളനികളിൽ എന്താണ് ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിക്കുന്ന നയങ്ങൾക്കും നിയമങ്ങൾക്കും എതിരെ. അപ്പോൾ കോളനികളിൽ എന്താണ് എന്താണ് ഇംഗ്ലണ്ട് എന്താണ് ഒരുപാട് നിയമങ്ങളും നയങ്ങളും ഒക്കെ എന്ത് ചെയ്യുന്നു? അവരെ അടിച്ചേൽപ്പിക്കുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ കോളനികൾക്ക് മേൽ ഇംഗ്ലണ്ട് അടിച്ചേൽപ്പിച്ച നിയമങ്ങൾക്കും നയങ്ങൾക്കും എതിരെ പ്രതികരിക്കാനായിട്ട് ആ കോളനികളിലെ പ്രതിനിധികൾ ചേർന്ന സമ്മേളനമാണ് എന്തെന്ന് പറയുന്നത്? കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ വെർജീനിയ ഒഴികെയുള്ള കോളനികളിലെ പ്രതിനിധികൾ എന്ത് ചെയ്തു? പങ്കെടുത്തു. അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ വർഷം എന്ന് പറയുന്നത് 1774 നമ്മൾ പറഞ്ഞു. അതിൽ ഈ 13 കോളനികളിൽ ഒരു കോളനി മാത്രം എന്ത് ചെയ്തില്ല? പങ്കെടുത്തില്ല. അതാണ് വെർജീനിയ. പങ്കെടുക്കാത്ത കോളനിയുടെ പേരെന്താണ്? വെർജീനിയ.
വെർജീനിയ എന്ന് പറയുന്ന കോളനിയിലെ പ്രതിനിധികൾ മാത്രം എന്ത് ചെയ്തില്ല, പങ്കെടുത്തില്ല. അപ്പോൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് വർഷം എന്നാണ്? 1774. എന്താണ് ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് കൂടാനുള്ള കാരണമെന്ന് ചോദിച്ചാൽ, കോളനികളിൽ ഇംഗ്ലണ്ട് നടപ്പിലാക്കിയ നിയമങ്ങൾക്കും നയങ്ങൾക്കുമെതിരെ പ്രതികരിക്കാനായിട്ട് വെർജീനിയ ഒഴികെയുള്ള കോളനിയിലെ പ്രതിനിധികൾ 1774 ചേരുന്ന സമ്മേളനമാണ് ഏതെന്ന് പറയുന്ന ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് എന്ന് പറയുന്നത്. ഇത് നടന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ. ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടന്ന സ്ഥലമാണ് ഫിലാഡൽഫിയ. ഫിലാഡൽഫിയയിൽ വച്ചാണ് ഈ സമ്മേളനം എന്ത് ചെയ്യുന്നത്, നടക്കുന്നത്. ഈ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിനെ തുടർന്ന് വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും മേല് ഇംഗ്ലണ്ട് ഇംഗ്ലണ്ടിന്റെ നിയന്ത്രണം എന്ത് ചെയ്യുക, നീക്കണമെന്നും ഇവർ ആവശ്യപ്പെട്ടു. അപ്പോൾ അന്ന് ഇവരുടെ വ്യവസായങ്ങൾക്ക്, ഈ കോളനിയിലുള്ള ആളുകളുടെ വ്യവസായങ്ങൾക്കും പിന്നെ വ്യാപാരങ്ങൾക്കും ഒക്കെ ഇംഗ്ലണ്ട് നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ഇംഗ്ലണ്ട് പറയുന്ന നിയന്ത്രണത്തിന് അപ്പുറത്തോട്ട് എന്ത് ചെയ്യാൻ പറ്റില്ല, അവരൊന്നും ചെയ്യാൻ പാടില്ല എന്നാണ് അവർ പറഞ്ഞിരുന്നത്. അപ്പോൾ അവരാദ്യം ഈ പ്രതിനിധികൾ ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ പറഞ്ഞൊരു കാര്യമാണ്, ഇംഗ്ലണ്ട് നമ്മുടെ മേലിൽ വച്ചിരിക്കുന്ന വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും മേലുള്ള എല്ലാ നിയന്ത്രണങ്ങളും എന്ത് ചെയ്യണം, എടുത്ത് മാറ്റണം. പിന്നെ അവരുടെ മേല് അവരുടെ അനുവാദമില്ലാതെ നികുതി ചുമത്താനും പാടില്ല. അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു അവരുടെ ഇഷ്ടത്തിനാണ് ബോസ്റ്റൺ ടീ പാർട്ടി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു തേയിലയ്ക്ക് അവരുടെ ഇഷ്ടത്തിന് നികുതി വർദ്ധിപ്പിച്ചുകൊണ്ടേയിരുന്നു. അപ്പോൾ അതുപോലെ കോളനിയിലുള്ള ജനങ്ങൾക്ക് ആവശ്യമില്ലാതെ നികുതി അവരുടെ അഭിപ്രായം ചോദിക്കാതെ പാടില്ല, അവരുടെ മേല് നികുതി ചുമത്താനും പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളും ഉന്നയിച്ചുകൊണ്ട് അവരൊരു നിവേദനം തയ്യാറാക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ ആവശ്യങ്ങൾ അവരുടെ വ്യവസായങ്ങൾക്കും വ്യാപാരങ്ങൾക്കും മേല് ഇംഗ്ലണ്ടിന്റെ നിയന്ത്രണങ്ങൾ എടുത്തു കളയുക. പിന്നെ അവരുടെ മേല് അവരുടെ അനുവാദമില്ലാതെ എന്ത് ചെയ്യാൻ പാടില്ല, നികുതികൾ ചുമത്താനായി പാടില്ല. ഈ രണ്ട് കാര്യങ്ങളും ഉൾപ്പെടുത്തിക്കൊണ്ട് അവരൊരു നിവേദനം ഇംഗ്ലണ്ടിന്റെ രാജാവിന് സമർപ്പിക്കുന്നുണ്ട്. അദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചാൽ ഇവരുടെ ഈ നിവേദനത്തിന് ഒരു വിലയും കൊടുക്കുന്നില്ല. പകരം അദ്ദേഹം ചെയ്യുന്നത് ഈ നിവേദനം കൊടുത്ത ഇവരെ സൈനികരെ ഉപയോഗിച്ച് അടിച്ചമർത്താനാണ് ഇംഗ്ലണ്ടിലെ രാജാവ് ശ്രമിക്കുന്നത്. അപ്പോൾ ഇവരെ ഈ കോളനികളിലെ പ്രതിനിധികളെയും കോളനിയിലുള്ള ആൾക്കാരെ സൈനികരെ ഉപയോഗിച്ച് അടിച്ചമർത്താൻ ഇംഗ്ലണ്ടിലെ രാജാവ് എന്ത് ചെയ്തു, ശ്രമിച്ചു. ഇത് ഇംഗ്ലണ്ടിനും കോളനിക്കും ഒരു യുദ്ധത്തിലേക്ക് വഴിതെളിക്കുകയാണ് ഉണ്ടായത്. ഈ രാജാവിൻ്റെ ഈ പ്രവൃത്തി എന്ന് പറയുന്നത് ഇംഗ്ലണ്ടിലെ ഇംഗ്ലണ്ടും പിന്നെ കോളനിയുമായിട്ട് ഒരു യുദ്ധത്തിന് വഴിതെളിച്ചു. ഇനി നമ്മൾ അടുത്ത് പറയാൻ പോകുന്നതാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നത്. 1775 രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ് നടക്കുന്നു. അപ്പോൾ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിലും ഈ കോളനികളിൽ പ്രതിനിധികൾ പങ്കെടുക്കുന്നു. അവർ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ ചെയ്ത കാര്യം എന്ന് പറയുന്നത് അവരുടെ കൂട്ടത്തിൽ നിന്ന് ഒരാളെ സൈനിക തലവനായിട്ട് തിരഞ്ഞെടുത്തു. അവർ തിരഞ്ഞെടുത്തത് ആരെയെന്ന് വെച്ചാൽ അത് ജോർജ് വാഷിങ്ടനെയാണ്. അപ്പോൾ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ പങ്കെടുത്ത പ്രതിനിധികളിൽ നിന്നും ജോർജ് വാഷിങ്ടണിനെ അവരുടെ സൈനിക തലവനായിട്ട് തിരഞ്ഞെടുക്കുന്നു. അപ്പോൾ രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്സിൽ പ്രധാനമായിട്ടും നടന്നത്, അവരുടെ ഇടയിൽ നിന്ന് തന്നെ ഒരാളെ സൈനിക തലവനായിട്ട് തിരഞ്ഞെടുത്തു. അത് ആരാണെന്ന് ചോദിച്ചാൽ ജോർജ് വാഷിങ്ടൺ ആണ്. അവർ തിരഞ്ഞെടുത്ത വ്യക്തി ആരാണ്? ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടണിനെയാണ് അവർ സൈനിക തലവനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. അതാണ് രണ്ടാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇത് നടക്കുന്നത് എവിടെയാണ്? ഫിലാഡൽഫിയയിലാണ്. ഇനി അടുത്തത് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണ് മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. അതിൻ്റെ വർഷം എന്ന് പറയുന്നത് 1776 ജൂലൈ 4 എന്നാണ്. 1776 ജൂലൈ 4 വളരെ വളരെ പ്രധാനപ്പെട്ട
ഒരു വർഷമാണ് 1776 ജൂലൈ 4. മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്. ഇവിടെ എന്താണ് സംഭവിക്കുന്നതെന്ന് ചോദിച്ചാൽ, മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ വച്ചാണ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നത്. മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിന്റെ വർഷം എന്നാണ് 1776 ജൂലൈ എന്താണ് 4. 1776 ജൂലൈ 4. ഇതിൽ എന്ത് സംഭവിക്കുന്നു? എന്താണ് ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തുന്നു. ലോക പ്രശസ്തമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയത് ഏത് വർഷമാണെന്ന് ചോദിച്ചാൽ 1776 ജൂലൈ 4-നാണെന്ന് എഴുതുക, ഓർമ്മിക്കുക. ഇതിനെയാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന് പറയുന്നത്. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നത് എന്നാണെന്ന് ചോദിച്ചാൽ 1776 ജൂലൈ 4-നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടക്കുന്നത്. ഈ ജൂലൈ 4-ന്റെ പ്രത്യേകത, അത് മുൻകാലങ്ങളിൽ എന്താണ് ചോദിച്ച ചോദ്യമാണ്. ജൂലൈ 4-ആണ് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം. അപ്പം ജൂലൈ 4 എന്താണെന്ന് ചോദിച്ചാൽ എന്തെന്ന് പറയും? അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം. അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമാണ് ജൂലൈ 4. അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം. അപ്പോൾ അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനം എന്നാണെന്ന് വെച്ചാൽ എന്നാണ്? ജൂലൈ 4-നാണ് അമേരിക്കൻ സ്വാതന്ത്ര്യ ദിനമെന്ന് പറയുന്നത്. ഇനി ഞാൻ പറഞ്ഞു 1776 ജൂലൈ 4-ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തിയെന്ന് പറഞ്ഞു. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ വ്യക്തികളാണ് തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും. അപ്പോൾ 1776 ജൂലൈ 4-ന് സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടത്തി. ആ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ വ്യക്തികളാണ് തോമസ് ജെഫേഴ്സൺ. ആരാണ്? ഒന്നാമത്തെ വ്യക്തിയാണ് തോമസ് ജെഫേഴ്സൺ. തോമസ് ജെഫേഴ്സൺ. രണ്ടാമത്തെ വ്യക്തിയാണ് ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. അപ്പോൾ രണ്ട് വ്യക്തികളുടെ പേര് ഞാൻ ഇവിടെ പറഞ്ഞു. ഒന്നാമത്തെ ആളാണ് തോമസ് ജെഫേഴ്സൺ. രണ്ടാമത്തെ ആരാണ്? ബെഞ്ചമിൻ ഫ്രാങ്ക്ലിൻ. ഇവരുടെ പ്രത്യേകത എന്തെന്ന് വെച്ചാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അല്ലെങ്കിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി തയ്യാറാക്കിയ വ്യക്തികൾ ആരെന്ന് ചോദിച്ചാൽ തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനുമാണെന്ന് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനത്തോടെ അമേരിക്കൻ കോളനികളും ഇംഗ്ലണ്ടും തമ്മിൽ യുദ്ധം ആരംഭിച്ചു. അപ്പോൾ ഇവർ മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസിൽ സ്വാതന്ത്ര്യ പ്രഖ്യാപനം ഫിലാഡൽഫിയയിൽ വെച്ച് നടത്തി തോമസ് ജെഫേഴ്സണും ബെഞ്ചമിൻ ഫ്രാങ്ക്ലിനും സ്വാതന്ത്ര്യ പ്രഖ്യാപനം എഴുതി കൊടുക്കുകയും ചെയ്തു. ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചില്ല? ഇംഗ്ലണ്ട് അംഗീകരിച്ചില്ല. അവരെന്ത് ചെയ്തു? കോളനികളുമായിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. അപ്പോൾ കോളനികളുമായിട്ട് എന്ത് ചെയ്തു? അവർ യുദ്ധം ആരംഭിച്ചു. ആ യുദ്ധം അവസാനിക്കുന്നത് 1781-ലാണ്. അപ്പോൾ ഈ പ്രഖ്യാപനത്തോടെ ആരംഭിച്ച യുദ്ധം അവസാനിച്ചത് എന്നെന്ന് ചോദിച്ചാൽ 1781. 1781 കോളനികളും ഇംഗ്ലണ്ടും തമ്മിലുള്ള യുദ്ധം അവസാനിക്കുന്നു. അപ്പോൾ മൂന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ് സ്വാതന്ത്ര്യ പ്രഖ്യാപനം, അതിനുശേഷം ഇംഗ്ലണ്ടും കോളനികളുമായിട്ട് യുദ്ധം ആരംഭിക്കുന്നു. ആ യുദ്ധം അവസാനിക്കുന്നത് എന്തെന്ന് ചോദിച്ചാൽ 1781 യുദ്ധം അവസാനിക്കുന്നു. യുദ്ധം അവസാനിക്കുന്നു. ഏതൊരു യുദ്ധവും അവസാനിക്കുമ്പോൾ ഒരു ഉടമ്പടിയും കൂടെ വയ്ക്കും. അപ്പോൾ 1783 1783 ഉള്ള ഉടമ്പടിയാണ് പാരീസ് ഉടമ്പടി എന്ന്. വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് പാരീസ് ഉടമ്പടി. PSC മുൻപ് ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. എന്തെന്ന് പറയുന്നത്? പാരീസ് ഉടമ്പടി. അപ്പോൾ ബ്രിട്ടൻ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യം അംഗീകരിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണ്? ബ്രിട്ടൻ അമേരിക്കൻ ഐക്യനാടുകളുടെ സ്വാതന്ത്ര്യ പ്രഖ്യാപനം അംഗീകരിച്ചത് ഏത് ഉടമ്പടി പ്രകാരമാണെന്ന് ചോദിച്ചാൽ ഏത് ഉടമ്പടി പ്രകാരമാണ്? 1783 പാരീസ് ഉടമ്പടി പ്രകാരമാണ് ഈ സ്വാതന്ത്ര്യം
അമേരിക്കയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു എന്ന് ആര് അംഗീകരിച്ചത്? ബ്രിട്ടൻ അംഗീകരിക്കുന്നത്. 1783 പാരീസ് ഉടമ്പടിയാണ് നമ്മൾ എന്ത് ചെയ്തത് പറഞ്ഞത്. എന്താണ് അതിന്റെ പ്രധാനപ്പെട്ട ചോദ്യവും നമ്മൾ പറഞ്ഞു. ബ്രിട്ടൻ അമേരിക്കൻ ഐക്യനാടുകളുടെ എന്താണ് സ്വാതന്ത്ര്യം അംഗീകരിച്ച ഉടമ്പടി ഏതെന്ന് ചോദിച്ചാൽ അതാണ് പാരീസ് ഉടമ്പടിയാണ്. വർഷം എന്നാണെന്ന് ചോദിച്ചാൽ 1783 എന്നും കൂടെ എന്ത് ചെയ്യുക, ഓർമ്മിച്ച് വെക്കുക. ഈ സ്വാതന്ത്ര്യം ലഭിച്ചതിന് ശേഷം തുടർന്ന് ഫിലാഡൽഫിയയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു ഭരണഘടനാ സമ്മേളനം നടക്കുന്നുണ്ട്. ഫിലാഡൽഫിയയിൽ ഈ സ്വാതന്ത്ര്യമൊക്കെ ബ്രിട്ടൻ സ്വാതന്ത്ര്യം 1783 പാരീസ് ഉടമ്പടിയിൽ ബ്രിട്ടൻ സ്വാതന്ത്ര്യം അംഗീകരിച്ചു. അതിനുശേഷം അവരുടെ രാജ്യത്തിന് ഒരു ഭരണഘടന വേണം. അതിനുവേണ്ടി ഒരു ഭരണഘടനാ സമ്മേളനം നടത്തുന്നു. അത് എവിടെയാണ് നടത്തുന്നത് എന്ന് വെച്ചാൽ ഫിലാഡൽഫിയയിലാണ് നടത്തുന്നത്. ഈ ഭരണഘടനാ സമ്മേളനത്തിൽ ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ ഒരു ഭരണഘടന തയ്യാറാക്കി. അവിടെ നിന്ന് PSC ചോദിച്ച ഒരു ചോദ്യമാണ്, അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തി ആരെന്ന് ചോദിച്ചാൽ അത് ജെയിംസ് മാഡിസൺ ആണ്. ആരാണ്? ജെയിംസ് മാഡിസൺ. ആരാണ്? ജെയിംസ് മാഡിസൺ. അപ്പൊ അമേരിക്കൻ ഭരണഘടന തയ്യാറാക്കിയ വ്യക്തി ആരാണ്? ജെയിംസ് മാഡിസൺ. അപ്പൊ ഫിലാഡൽഫിയയിൽ വെച്ച് ഈ സ്വാതന്ത്ര്യ പ്രഖ്യാപനം നടന്നു. പാരീസ് ഉടമ്പടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഫിലാഡൽഫിയയിൽ വെച്ച് ഇനി ഒരു ഭരണഘടന വേണം. അതിനുവേണ്ടി അവരൊരു സമ്മേളനം കൂടി. ആ സമ്മേളനത്തിൽ വെച്ച് ജെയിംസ് മാഡിസന്റെ നേതൃത്വത്തിൽ എന്ത് ചെയ്യുന്നുണ്ട്, അമേരിക്കയ്ക്ക് ഒരു ഭരണഘടന രൂപം കൊള്ളുന്നുണ്ട്. അപ്പോൾ അമേരിക്കൻ ഭരണഘടന രൂപം കൊണ്ടത് അല്ലെങ്കിൽ നിലവിൽ വന്ന വർഷം ഏതെന്ന് ചോദിച്ചാൽ 1789. 1789 നമുക്ക് ഫ്രഞ്ച് വിപ്ലവം നടന്ന വർഷം എന്നാണ്. 1789 പഠിച്ചില്ലേ? 1789 അവിടെ കണക്ട് ചെയ്താൽ മതി. ഫ്രഞ്ച് വിപ്ലവം അവിടെ നടക്കുമ്പോൾ അമേരിക്കയിൽ എന്ത് നടക്കുന്നു? അമേരിക്കയ്ക്ക് സ്വന്തമായൊരു ഭരണഘടന രൂപം കൊള്ളുന്നു. 1789 അമേരിക്കൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. അപ്പോൾ അമേരിക്കൻ ജെയിംസ് മാഡിസൺ എന്ത് ചെയ്തു, അമേരിക്കൻ ഭരണഘടന എഴുതി തയ്യാറാക്കി. അത് നിലവിൽ വന്നത് 1789 അമേരിക്കൻ ഭരണഘടന എന്ത് ചെയ്യുന്നത്, നിലവിൽ വരുന്നത്. അപ്പോൾ അമേരിക്കൻ ഭരണഘടനയിൽ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യമാണ് അമേരിക്ക. അപ്പോൾ ലിഖിത ഭരണഘടന എന്ന് പറഞ്ഞത് എഴുതി തയ്യാറാക്കിയ ഭരണഘടനയാണ്. ലോകത്തിലെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം. പിന്നെ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ലോകത്തിലെ ഏറ്റവും പഴക്കം ചെന്ന ലിഖിത ഭരണഘടനയുള്ള രാജ്യവും ഏതാണ്, അമേരിക്കയാണ്. ഇതിൽ എത്ര ആർട്ടിക്കിൾ ഉണ്ടെന്ന് ചോദിച്ചാൽ അമേരിക്കൻ ഭരണഘടനയിൽ 7 ആർട്ടിക്കിളുണ്ട്. അമേരിക്കൻ ഭരണഘടനയിലെ ആർട്ടിക്കിൾ 7 ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു. ഇത് 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അമേരിക്കൻ ഭരണഘടന എത്ര തവണ ഭേദഗതി ചെയ്തിട്ടുണ്ടെന്ന് ചോദിച്ചാൽ 27 തവണ എന്ത് ചെയ്തിട്ടുണ്ട്, ഭേദഗതി ചെയ്തിട്ടുണ്ട്. ഈ 27 തവണ ഭേദഗതി ചെയ്തതിൽ ആദ്യത്തെ 10 ഭേദഗതിയെ വിളിക്കുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ്. ആദ്യത്തെ 10 ഭേദഗതി, 27 ആദ്യത്തെ 10 ഭേദഗതിയെ വിളിക്കുന്ന പേരാണ് ബിൽ ഓഫ് റൈറ്റ്സ്. ബിൽ ഓഫ് റൈറ്റ്സ്. ഈ ബിൽ ഓഫ് റൈറ്റ്സിന്റെ പ്രത്യേകത എന്തെന്ന് ചോദിച്ചാൽ നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ആമുഖം കടമെടുത്തിരിക്കുന്നത് ഈ ബിൽ ഓഫ് റൈറ്റ്സിൽ നിന്നാണ്. അതാണ് അവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്. അപ്പോൾ 27 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. ആദ്യത്തെ 10 ഭേദഗതിയെ വിളിക്കുന്ന ബിൽ ഓഫ് റൈറ്റ്സ് എന്നാണ്. ഈ ബിൽ ഓഫ് റൈറ്റ്സിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്തിട്ടുള്ളത്, നമ്മുടെ മൗലികാവകാശങ്ങളിൽ ഫണ്ടമെന്റൽ റൈറ്റ്സ് എന്ത് ചെയ്തിട്ടുള്ളത്, എടുത്തിട്ട് ഉള്ളത്. അപ്പോൾ അതാണ് അവിടെ പ്രധാനമായിട്ടും അമേരിക്കൻ ഭരണഘടന പറയുമ്പോൾ പറയാനുള്ളത്. തയ്യാറാക്കിയ വ്യക്തിയെ ഓർമ്മിച്ചു വയ്ക്കുക, ജെയിംസ് മാഡിസൺ എന്ന്. ഇനി ഈ പുതിയ ഭരണഘടന പ്രകാരം അമേരിക്കയ്ക്ക് പുതിയൊരു പ്രസിഡന്റ് ഉണ്ടാവുന്നു. അപ്പോൾ അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് ആരെന്ന് ചോദിച്ചാൽ അവരുടെ ആദ്യത്തെ സൈനിക തലവൻ തന്നെയായിരുന്നു. ആരാണ്? ജോർജ് വാഷിങ്ടൺ. അപ്പോൾ അമേരിക്കയുടെ ഭരണഘടന പ്രകാരം അവർക്ക് ആദ്യമായിട്ടൊരു പ്രസിഡന്റ് വരുന്നു. ആ പ്രസിഡന്റിന്റെ പേരെന്താണ്? ജോർജ് വാഷിങ്ടൺ. ജോർജ് വാഷിങ്ടൺ ആണ് അമേരിക്കയുടെ ആദ്യത്തെ പ്രസിഡന്റ് എന്ന് പറയുന്നത്.
അമേരിക്കയുടെ രാഷ്ട്രപിതാവ് ആരെന്ന് ചോദിച്ചാലും ആരാണ്? ജോർജ് വാഷിങ്ടൺ ആണെന്ന് എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. ഇനി അമേരിക്കൻ വിപ്ലവത്തെ എന്താണ് ഒരുപാട് തത്വചിന്തകന്മാർ എന്ത് ചെയ്തു? സ്വാധീനിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ അവരുടെ കുറച്ച് എന്താണ് അവരുടെ കുറച്ച് വരികളാണ്, അല്ലെങ്കിൽ കൊട്ടേഷൻസ് ആണ് നമുക്ക് ഇനി എന്ത് ചെയ്യുള്ളത് നോക്കാനുള്ളത്. അമേരിക്കൻ വിപ്ലവമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കൊട്ടേഷൻസ് ആണ് നമുക്ക് എന്ത് ചെയ്യാനുള്ളത് ഇനി നോക്കാനുള്ളത്. അതിൽ ഒന്നാമത് നമ്മൾ പറഞ്ഞു അമേരിക്കയുടെ മുദ്രാവാക്യം തൊട്ട് തന്നെ തുടങ്ങാം. അമേരിക്കയുടെ മുദ്രാവാക്യം ഏതാണ്? പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല. പ്രാതിനിധ്യമില്ലാതെ നികുതിയില്ല എന്നുള്ളത് എഴുതിയത് ആരെന്ന് ചോദിച്ചാൽ നമ്മൾ ആരെന്ന് പറഞ്ഞു? ജെയിംസ് ഓട്ടിസ് ആണെന്ന് പറഞ്ഞു. ഇനി രണ്ടാമത് ഒരു ഇത് പറഞ്ഞതെന്ന് ചോദിച്ചാൽ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് എന്താണ് വിവേകപൂർണമായ കാര്യം. അപ്പോൾ ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുകയാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് വിവേകപൂർണമായ കാര്യം എന്ന് പറഞ്ഞ വ്യക്തിയാണ് തോമസ് പെയിൻ. ആരാണ്? തോമസ് പെയിൻ. തോമസ് പെയിൻ എന്താണ് പറഞ്ഞത്? ഇംഗ്ലണ്ടിൽ നിന്ന് വേർപിരിയുക എന്നതാണ് അമേരിക്കക്കാരെ സംബന്ധിച്ച് എന്താണ് വിവേകപൂർണമായ കാര്യം. പറഞ്ഞ വ്യക്തിയാണ് ആര്? തോമസ് പെയിൻ. അദ്ദേഹം ഇത് പറഞ്ഞത് അദ്ദേഹത്തിന്റെ ഒരു ലഘുലേഖയുണ്ടായിരുന്നു. ആ ലഘുലേഖയിലാണ് ഈ കാര്യം പറഞ്ഞത്. ആ ലഘുലേഖയുടെ പേര് നിങ്ങളൊന്ന് ഓർമ്മിച്ച് വെക്കുക. ആ ലഘുലേഖയുടെ പേരാണ് കോമൺസ്. എന്താണ്? തോമസ് പെയിൻ എഴുതിയ ലഘുലേഖയാണ് ഏതെന്ന് പറയുന്നത്? കോമൺസ്. അപ്പൊ തോമസ് പെയിനിന്റെ ലഘുലേഖയാണ് ഏതെന്ന് പറയുന്നത്? കോമൺസ് എന്ന് പറയുന്നത്. അതിലാണ് അദ്ദേഹം ഈ വാക്യങ്ങൾ എന്ത് ചെയ്തിട്ടുള്ളത്? പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അടുത്ത ഒരു പ്രമുഖ വാക്യമാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് ജനങ്ങളുടെ ഹൃദയത്തിലാണ്. അപ്പൊ എന്താണ്? യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു, അത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോൺ ആഡംസ്. ആരാണ്? ജോൺ ആഡംസിന്റെ പ്രസിദ്ധമായ വാക്കാണ് യുദ്ധം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ വിപ്ലവം നടപ്പിലാക്കി കഴിഞ്ഞിരിക്കുന്നു, അത് ജനങ്ങളുടെ ഹൃദയത്തിലാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോൺ ആഡംസ്. ഇനി മൂന്നാമത് പ്രധാനപ്പെട്ട ഒരു വാക്യമാണ് മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഒരു ഗവൺമെന്റിനും ഹനിക്കുവാൻ അവകാശമില്ല. മനുഷ്യന് ചില മൗലിക അവകാശങ്ങളുണ്ട്, അത് ഒരു ഗവൺമെന്റിനും ഹനിക്കുവാൻ അവകാശമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോൺ ലോക്ക്. ആരാണ്? ജോൺ ലോക്ക്. അപ്പൊ ജോൺ ലോക്ക് പറഞ്ഞ വാക്യങ്ങൾ ഏതാണ്? മനുഷ്യന് ചില അവകാശങ്ങളുണ്ട്, അത് ഒരു ഗവൺമെന്റിനും എന്താണ് ഹനിക്കുവാൻ അവകാശമില്ല എന്ന് പറഞ്ഞ വ്യക്തിയാണ് ജോൺ ലോക്ക്. അടുത്തൊരു വാക്യവും കൂടെ പറഞ്ഞാൽ എന്താണ്? ഇവിടെ ഇത് അവസാനിക്കാം. അടുത്ത വാക്യമാണ് ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര ദീർഘകാലം കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്നതല്ല എന്ന് പറഞ്ഞത് ആരാണ്? തോമസ് പെയിൻ ആണ്. അപ്പൊ തോമസ് പെയിൻ രണ്ട് വാചകങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്താണ് തോമസ് പെയിൻ പറഞ്ഞത്? ഏതെങ്കിലും ഒരു വിദേശ ശക്തിക്ക് ഈ വൻകര കീഴടങ്ങി കഴിയണമെന്നത് യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല എന്ന് പറഞ്ഞതാണ് തോമസ് പെയിൻ. അപ്പൊ തോമസ് പെയിന്റെ ലഘുലേഖ ഏതാണ്? കോമൺസ്. അതും എന്ത് ചെയ്യുക? ഓർമ്മിച്ച് വയ്ക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ അമേരിക്കൻ വിപ്ലവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ. അല്ല, ബോസ്റ്റൺ ടീ പാർട്ടി, പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, ഒന്നാം കോണ്ടിനെന്റൽ കോൺഗ്രസ്, 3 കോണ്ടിനെന്റൽ കോൺഗ്രസ്സുകളും, പിന്നെ അവിടെ പ്രധാനമായിട്ടും പഠിക്കാനുള്ള കാര്യമാണ് നമ്മുടെ പാരീസ് ഉടമ്പടി, ഭരണഘടനയുമായി ബന്ധപ്പെട്ട് ജെയിംസ് മാഡിസൺ. ഇതെല്ലാം എന്ത് ചെയ്യുക? വ്യക്തമായിട്ട് പഠിക്കുക. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എടുത്തപ്പോൾ ചൈനീസ് വിപ്ലവം എന്ത് ചെയ്തു പറഞ്ഞിരുന്നു. അപ്പോൾ ചൈനീസ് വിപ്ലവം പറഞ്ഞപ്പോൾ അവിടെ ഞാനൊരു കൊട്ടേഷൻ പറഞ്ഞിരുന്നു, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്. അവിടെ ഞാൻ പറഞ്ഞത് മാവോസേ തുങ് എന്നാണ് പറഞ്ഞത്. അപ്പോൾ അതൊന്ന് തിരുത്തി പഠിക്കുക. അത് മാവോസേ തുങ് അല്ല, കാറൽ മാക്സിന്റെ പ്രധാനപ്പെട്ട വരികളാണ്.
അപ്പോൾ മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പല്ല എന്ന് മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ്, മതം മനുഷ്യനെ മയക്കുന്ന കറുപ്പാണ് എന്ന് പറഞ്ഞ വ്യക്തിയാണ് കാറൽ മാർക്സ്. ആരാണ്? കാറൽ മാർക്സ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളിവിടെ എന്താണ്, അമേരിക്കൻ വിപ്ലവം നമ്മളിവിടെ എന്താണ് തീരുകയാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.